ഊഞ്ഞാലിരുന്ന് ഇമ്മാതിരി ചിരിയിരിക്കുന്നതിൻ്റെ കാരണം അറിയണമെങ്കിൽ നേരെ നമ്മൾ ഒരു 5-6 മണിക്കൂർ ബാക്കിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ പരിപാടിക്കായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആദ്യം AMC സൂപ്പർ മാർക്കറ്റിലേക്ക് എന്നെ രാഹുലേട്ടനാക്കി. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കടയുണ്ട്. അവിടെ പോയി രാഹുലേട്ടൻ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പട്ടാമ്പിക്കാർക്ക് എന്തായാലും അറിയാം ആ കട ഏതാണെന്ന്. അങ്ങനെ നമ്മളിതാ ഇവിടെയും കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയപ്പോഴത്തേനും ഇതാ ഈ ഒരു നോൺ ആൽക്കഹോളിക് ബിയർ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീട്ടിലെത്തി നമ്മൾ ബിരിയാണി വെക്കാനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി. അത് ആദ്യം തന്നെ അരി കഴുകിയിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അങ്ങനെ അതെല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മൾ ഇനി നേരെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമ്മൾ വറുത്തെടുക്കണം. അത് നെയ്യിലാണ് കേട്ടോ വറുത്തെടുത്തത്. പിന്നെ ഞാൻ കുറച്ച് സവാളയും കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. സവാള ഇട്ട് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴത്തേനും ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി ഇടിച്ച് ചതച്ച് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി. പിന്നെ നമ്മുടെ മസാലാസ് എല്ലാം ചേർത്ത് കൊടുത്ത് അങ്ങനെ ബിരിയാണി മസാല കുറച്ച് കൂടുതലിടണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചിക്കനിലേക്ക് എല്ലാ മസാലയും ചേരും വിധം നമ്മൾ അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് അരിക്കുള്ള പാത്രം വെച്ചപ്പോഴാണ് ഇതാ ഇങ്ങനെ കടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണെങ്കിൽ നമ്മൾ അടുപ്പിൽ വെച്ച പാത്രം സ്റ്റൗവിൽ വെച്ചപ്പോൾ പുകഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അരി വേറെയാണ് വേവിക്കുന്നത്. അങ്ങനെ നമ്മൾ കുതിർത്ത് വെച്ച അരിയും പിന്നെ ആ മസാലാസ് ഉണ്ടല്ലോ പാക്കറ്റിൽ കിട്ടുന്ന ആ മസാലയൊക്കെ കൂടി ഇട്ടു. പിന്നെ നെയ്യ് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അരിയൊക്കെ വേവിച്ചെടുത്തത്. പിന്നെ നമ്മൾ നേരെ അതങ്ങോട്ട് ദം ചെയ്യാൻ വെച്ച്. കാരണം ആ കറിയുടെ മണ്ടയ്ക്കോട്ട് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുത്ത് ദമ്മാക്കാൻ വെച്ച്. പാതി വെന്ത റൈസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ ചെയ്യാനായിട്ട് വെച്ചു. പിന്നെ ലാസ്റ്റ് നമ്മളിതാ ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ വറുത്ത സവാളയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ ബിയറാണ് കേട്ടോ കഴിച്ചത്. കാരണം ഞാനും ചേച്ചിയും ബിയർ കഴിച്ചു. അവർ കുറച്ച് കൂടി സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ടച്ചിങ്സ് ആയിട്ട് നല്ല കപ്പയും ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കിളി പോയി ഇരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ ഈ ഊഞ്ഞാൽ ഇങ്ങനെ ആടിയത്. കാരണം കിളി പോയിരിക്കുമ്പോൾ ഊഞ്ഞാലാടാൻ വേറൊരു ഫീലാണെന്ന് തന്നെ പറയണം. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മുടെ ദമ്മൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ദമ്മൊക്കെ പൊട്ടിച്ച് കഴിച്ച് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ മസാലയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ പിള്ളേർക്കെല്ലാം നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അവരൊന്നും ഇതായിട്ടുണ്ട്. അങ്ങനെ 12 മണിയായപ്പോൾ നമ്മളിതാ ഒരു ഷോർട്സ് പൊട്ടിക്കാൻ പോവാണ്. കാരണം 30 ഷോർട്സിൻ്റെ എങ്ങാണ്ടൊരു സംഭവം വാങ്ങിയിട്ട് രാവിലേട്ടൻ പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ നല്ല രീതിക്ക് ആഘോഷിച്ചു. കുട്ടികളുടെ കയ്യിലൊക്കെയാണ് പിന്നെ കമ്പിത്തിരിയൊക്കെ കൊടുത്തു. ഞാനും അവിടെ ഒരുപാട് എൻജോയ് ചെയ്ത് കത്തിച്ചു. അങ്ങനെ നമ്മുടെ ഈ ഒരു ന്യൂ ഇയർ ആഘോഷം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ വലിയ രീതിക്ക് ആഘോഷിച്ചൊന്നുമില്ല. നമ്മൾ കുറച്ച് പേര് നമ്മുടെ ഫാമിലിയിലുള്ളവർ മാത്രമായിട്ട് ചേർന്നിട്ട് ഒരു കുഞ്ഞ് ന്യൂ ഇയർ ആഘോഷമായിരുന്നു. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷമൊക്കെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.